ഹലോ ഗേസ്, നമസ്കാരം. ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വലിയ ബാഗൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കുറേ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, CBL തുടങ്ങി. ആദ്യത്തെ കളിയൊക്കെ കുറച്ച് അലമ്പായി, കളി ഫൈനൽ വരെ നടന്നില്ല. അപ്പോൾ CBLന്റെ രണ്ടാമത്തെ കളി ഇന്ന് നമ്മുടെ കൈനഗിരി വെച്ചിട്ട് നടക്കുവാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു തുഴച്ചിലുകാരുടെ ഒരു കേന്ദ്രം എന്ന് പറയാം കൈനഗിരി എന്ന് പറഞ്ഞാൽ. വള്ളംകളിക്കാരുടെയും വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയും. നമുക്ക് ഈ ചുണ്ടൻവള്ളം കളിയിൽ നമ്മൾ മുഴുവൻ വള്ളങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വള്ളത്തിലും ഏറ്റവും കുറഞ്ഞ ഒരു കൈനഗിരിക്കാരനെങ്കിലും കാണും. അത് എൻ്റെ ഒരു കണക്കൂട്ടലാണ്, കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വള്ളംകളിയായിട്ട് അത്രയ്ക്ക് ബന്ധമുള്ള വള്ളംകളി പ്രേമികളും വള്ളം കളിക്കാരും എല്ലാം അത്രയ്ക്കുള്ളൊരു സ്ഥലത്താണ് ഇന്ന് അത് നടക്കുന്നത്. ഇന്ന് CBLന്റെ രണ്ടാമത്തെ കളി നടക്കുന്നത്. അതോടൊപ്പം ഇന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ഓൾറെഡി ടീമെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. എനിക്ക് അവരോട് പോകാൻ പറ്റിയില്ല. നമ്മുടെ ബോട്ട് ക്ലബിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് ടീമിലെ ഒരു അംഗമാണ് ജിനു സ്കൂൾ അധ്യാപകനാണ്. ജിനുവിൻ്റെ ഇന്ന് എൻഗേജ്മെൻറ്റ് ഡേ കൂടെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭയങ്കര റെസ്റ്റ് ഡേ ആണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് ഒരു മാരത്തോണിൽ കോമ്പയർ ചെയ്യാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകും. അപ്പോൾ ഈ 3 ടാസ്കും കൂടെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെഡിയായി. ഞാൻ ചങ്ങനാശ്ശേരി താമസിക്കുന്ന പെരുന്നല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. ബൈക്കിലാണ് പോകുന്നത്. ആദ്യം കൈനഗിരി ചെല്ലും. എന്നിട്ട് എൻ്റെ ലഗേജൊക്കെ അവിടെ നമ്മുടെ സ്വിമ്മിംഗ് കോച്ചുണ്ട്, നമ്മുടെ ആശാൻ, പുള്ളിയുടെ വീട്ടിൽ വെക്കും. അവിടുന്ന് നമ്മുടെ ടീം അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകും. അവരെല്ലാം കണ്ടിട്ട് നേരെ എൻഗേജ്മെൻറ്റിന് ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴയും തിരിച്ച് വീണ്ടും വള്ളംകളിയിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം, വള്ളംകളിയും കാണിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്തു CBLന്റെ വീഡിയോ വേണം, അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാനിന്ന് പോകുന്ന എൻ്റെ ബൈക്ക്. എൻ്റെ BMW GS ആണ്. ഇതിലാണ് ഞാൻ ലോങ് യാത്രകളൊക്കെ ചെയ്യുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതായതുകൊണ്ടും ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ബൈക്കേ പോയാലേ കൃത്യമായിട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ വെക്കാനായിട്ട് നമ്മുടെ സ്വിമ്മിങ് ആശാൻ്റെ വീട്ടിൽ കൈനഗിരിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആശാൻ്റെ വീട്. നമ്മൾ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ട്രയത്ലോണിനും നാഷണൽ റെക്കോർഡിനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു സ്വിമ്മിംഗ് പൂള് തന്നെ കെട്ടിത്തിരിച്ചെടുത്തിരിക്കുകയാണ് ഇങ്ങനെ. പക്ഷേ നമുക്ക് ഓപ്പൺ വാട്ടറിൽ ചെയ്യാൻ പറ്റും. നമുക്ക് റിസ്ക് ഒന്നുമില്ല. ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇവിടെ അക്കരെ ഇക്കരെ എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം ഭയങ്കര സെറ്റപ്പാണ്. നൈറ്റിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുതിയ ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ കയാക്കൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കയാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സൈഡ് കാണുന്ന ഷെഡിനകത്തൊരു കയാക്ക് ഇരിപ്പുണ്ട്. കൂടുതൽ കയാക്കൊക്കെ സെറ്റാക്കാൻ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റി വന്ന് ഫിനിഷ് വല്ലതും വേണോ, കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട ആൻറ്റി, തിരക്കാ, പോവാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ അവിടുന്ന് ഇറങ്ങാൻ പോയപ്പം ഒരു വള്ളം തുഴഞ്ഞു വരുന്നതിൻ്റെ സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ നമ്മുടെ വള്ളം തന്നെ ആയിരുന്നു. വലിയ ദിവാഞ്ചിയിൽ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവരെ തപ്പിയാണ് ഈ നടന്നത്. കറക്റ്റ് നമ്മുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടു. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞാണ് കാണുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു സെഷൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മത്സരത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് വലിയ ദിവാഞ്ചിയിൽ ഇങ്ങനെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 2 ബ്രോസിനെ അവിടെ പരിചയപ്പെട്ടു. നല്ല കൊച്ചു കുട്ടികളാണ്, നല്ല ബ്രോസ്. അവന്മാർ VBCയുടെ ഫാൻസാണ്, വില്ലേജ് ബോട്ട് ക്ലബ്ബിൽ. ഇന്നിപ്പോൾ അവന്മാർ പറയുന്നത് ഈ വള്ളക്കാരാണ് ഞങ്ങളുടെ ക്ലബിനെ തോപ്പിച്ച് ഇവന്മാർ ഇടിക്കണമെന്നും പറഞ്ഞാണ് അവന്മാരവിടെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ അവന്മാരോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വിളിച്ച് സംസാരിക്കാൻ പോവാണ്. അവന്മാർക്ക് ഇവന്മാരെ ഇടിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര രസമാണ് പിള്ളേരുടെ കാര്യം, ഭയങ്കര ആവേശത്തിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അവന്മാരോട് ചോദിച്ചു നോക്കാം എന്താണ് അവന്മാരുടെ ശത്രുതയെന്ന്. എങ്ങനെ അതെന്നാ പ്രശ്നമാണോ അവന്മാർ? അതെന്നാ ആണോ? ഇവരും തോറ്റോ? നീ അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങി ചെല്ല്, എന്നിട്ട് 2 കൊടുത്തിട്ട് പോവാ. നിനക്ക് നീന്താ അറിയത്തില്ലേ? പഠിക്കണ്ടേ? ഇല്ലല്ലേ, പഠിക്കാൻ പോകണ്ടേ? അവനെന്നാ ഓടിപ്പോയെ? നിന്റെ കൂട്ടുകാരൻ? നിന്റെ പേരെന്നാ? ബ്രോ പേരെന്നാ? ഏതാ നീ? ഏത് വള്ളത്തിന്റെ ആളാ? വിയപുരത്തിന്റെ ആണോ? ഓ, BBC അല്ലേ? ആഹാ, നീയും BBC ആണോ? ഇതെവിടെയാണ് കണ്ട? ഇതെവിടെ കണ്ടതാ? ആരാ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും BBC ആണോ? ആണോ? നീ UBC ആണോ? ആണോ? സത്യം പറയണ, ഏതാണോ? ഇവന് നീ ഇവിടെ നിന്നിട്ട് വഴക്കില്ലേ? ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ CBL കൈനഗിരി CBLന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഇവിടെ വേണ്ട സ്റ്റേജും പവലിയനും സംവിധാനവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ അറ്റം വരെ
കാണാൻ പറ്റും. ഏകദേശം നല്ല അടിപൊളി ട്രാക്കാണ്, സൂപ്പറാണ്, സ്ട്രെയിറ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ താഴത്തങ്ങാടിലെ പോലെ വളവും തിരിവും ചില ട്രാക്കിലുള്ളവർക്ക് അഡ്വാൻറ്റേജും കാര്യങ്ങളൊന്നുമില്ല. UBCയുടെ ഭയങ്കര ഫാൻസൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ല? UBCയുടെ പരസ്യമാണ് ഇവിടെ മുഴുവൻ. കാരണം അവരുടെ സ്വന്തം തട്ടകത്തിലാണ് കളി നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വള്ളംകളി നടക്കുന്ന ട്രാക്ക്. ഗൈസ്, അങ്ങനെ നമ്മളെ ട്രാക്ക് അങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് അങ്ങ് ദൂരെ നിന്നൊരു വള്ളം തുഴഞ്ഞു വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബ് നിരണം ചുണ്ടനിൽ തകർത്തടിച്ച് വരുവാണ്. നല്ല സൂപ്പറായിട്ടാണ് തുഴയുന്നത്. അപ്പോൾ എന്തായാലും ഇവരെല്ലാം കപ്പ് പ്രതീക്ഷിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ടീമുകളാണ്. അപ്പോൾ ഇവരുടെ ഈ തുഴച്ചിൽ നിങ്ങൾ കണ്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനങ്ങ് ദൂരെ നിന്ന് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ പെർഫോമൻസ് കാണുമ്പോൾ ക്യാമറയെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഈ ക്യാമറയുടെ ഡയറക്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്വബോധം ഓർമ്മ വരുമ്പോഴാണ് പിന്നെ ഞാൻ ക്യാമറയ്ക്കകത്തോട്ട് നോക്കുന്നത്, ഈ ക്യാമറയിൽ എടുക്കുന്നതൊക്കെ കിട്ടുന്നുണ്ടോയെന്ന്. ഭയങ്കര രസമായിട്ട് നോക്കി. ഇതാണ് യഥാർത്ഥ വള്ളംകളിയുടെ അഴകെന്ന് പറയുന്നത്. വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് വരുന്ന വരവ് കണ്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നുന്നത്, നിങ്ങളൊരു ചുണ്ടൻ വള്ളം നീരണിയുന്ന കാഴ്ചയും കൂടെ കാണിക്കണമല്ലോ. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പല ക്ലബ്ബുകളുടെ വള്ളങ്ങൾ കരയ്ക്ക് കയറ്റി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇറക്കും, മത്സരത്തിന് മുന്നോടിയായിട്ട് അത് വെള്ളത്തിലോട്ട് ഇറക്കത്തുള്ളൂ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വള്ളം ഉണ്ടോ എന്ന് അന്വേഷിച്ച് അത് കാണിക്കാനായിട്ട് നിങ്ങളെ കൊണ്ടുപോകും. അടുത്ത ഒരു ഐഡിയ അതാണ്. അങ്ങനെ ഞാൻ തപ്പി നടന്ന ഗൈസ് വിയ്യപുരം വള്ളത്തിൻ്റെ വള്ളപ്പുര മാലിപ്പുരയിലെത്തി. അവരുടെ വള്ളം നീരണിയുന്ന കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. കപ്പ് പ്രതീക്ഷയുള്ളൊരു വള്ളമാണത്. അപ്പോൾ ഇങ്ങനെയാണ് നീറ്റിലിറക്കുന്ന വള്ളം കരയ്ക്ക് കയറ്റി, മത്സരത്തലേന്ന് കരയ്ക്ക് കയറ്റി വെച്ച വള്ളം ഈ സമയത്ത് മത്സരത്തിന് തൊട്ട് മുമ്പായിട്ട് നീറ്റിലിറക്കുന്നതാണ്. വളരെ സുന്ദരമായ കാഴ്ചയാണ്. ഒരു വള്ളം ഇങ്ങനെ കിടക്കുവാണ് നമ്മുടെ പമ്പാ നദിയുടെ നടുക്കായിട്ട്. അപ്പം ഇനിയും എൻ്റെ സമയം കഴിഞ്ഞു. എനിക്കിനിയിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിലെ ഫിസിക്കൽ ട്രെയിനിങ് ടീമിൽ അംഗമായിരുന്ന ജിനുവിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുവാണ്. ഞാനിനി അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളോട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഗെയ്സ്, ഞാൻ തത്തമ്പള്ളി പള്ളിയിലെത്തി. ജിനുവിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലം ആലപ്പുഴ ടൗണിലാണ്. ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയത് തന്നെ കൃത്യം സമയത്ത് എത്താൻ വേണ്ടിയാണ്. കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. കല്യാണം അല്ലല്ലേ, എൻഗേജ്മെൻറ്റ്. അടിപൊളിയാണല്ലോ. ഈ അവസരത്തിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടുകാരെയും നമ്മുടെ വള്ളംകളിയല്ലേ ഇത്, ഇന്ന് നമുക്ക് കൈനേരി തോപ്പിക്കണം. കൈ കൊടുത്തേ ഇങ്ങോട്ട് നോക്കി ജസ്റ്റ് എന്തായാലും അങ്ങനെ ഗെയ്സ്, ഞാൻ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. നല്ല സൂപ്പർ ഫുഡാണ്. എന്തായാലും ഇന്ന് വള്ളംകളിയുടെ ഫുഡ് മിസ് ചെയ്യുമെങ്കിലും അടിപൊളിയായിട്ടുള്ള ഫുഡ്, നമ്മുടെ കുട്ടനാടൻ താറാവ് കറിയും അതുപോലെ തന്നെ ബീഫും മീൻകറിയും തോരനും അവിയൽ സാമ്പാറും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ജിനു അങ്ങനെ എൻഗേജ്മെൻറ്റിന് ശേഷം ഹാളിലേക്ക് കടന്നു വരുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കാണാം, 1-2 പേരെ പരിചയപ്പെടാം. കല്യാണം വിളിക്കാത്ത ഒരുത്തൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കല്യാണ സമ്മതം വിളിക്കാത്തവരാ.
വിളിച്ചാൽ വിളിക്കാത്തത് നമുക്കറിയാലോ ആരാ നിങ്ങളതല്ലേ ആ വിളിക്കണം. ആ അപ്പോൾ അത് നമ്മുടെ തലേന്ന് വിളിക്കപ്പെടുന്ന സുബിനോടാണ് ഞാൻ സംസാരിച്ചത്. സുബിൻ ജിനുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഒരു കക്ഷിയും കൂടെ പരിചയപ്പെടാൻ നമ്മുടെ അഭിലാഷിയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാരാ? അപ്പം അനിയനോ? വിഷയമാണല്ലോ ഈ പുള്ളിക്ക്. അതിന് മാത്രം പ്രായമുണ്ടോ? വലിയ വിഷയമാട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആദ്യം കട്ട്ലൈറ്റും സലാഡുമാണ്, നല്ല ബീഫ് കട്ട്ലൈറ്റും സലാഡുമാണ്. അതിന് ശേഷം പാലപ്പവും താറാവ് റോസ്റ്റുമാണ്, താറാവ് കറി, കുട്ടനാടൻ കറി. അതിന് ശേഷം ഇതെല്ലാം കഴിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ബീഫിനകത്തുള്ളൂ. കണ്ടോ, രണ്ട് ബന്ധമുള്ള അളവുണ്ട്. അതേതാ? രണ്ട് ബന്ധം ചെറുക്കനായിട്ടോ? അതിന്റെ ബന്ധോ? കുടുംബശ്രീ ബന്ധം, അതുകൂടാതെ കുടുംബശ്രീ ബന്ധം. എൻഗേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പരിപാടിയെല്ലാം അവസാനിച്ച് ഇനി ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ സെഷൻസൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് നമ്മുടെ വള്ളംകളിയുടെ ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങുവാണ്. കാരണം അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ക്ലബ്ബ് കളിക്കുന്നുണ്ട്, പിന്നെ കളിയും കാണണം. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്ത് നമ്മുടെ കളി നടക്കുന്ന കൈനേരിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കറക്റ്റ് ടൈമാണ്. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ആഹാരം കഴിച്ചിട്ട് വള്ളത്തെ കയറാൻ തയ്യാറെടുക്കുവാണ്. നമ്മുടെ വള്ളമാണ് ഈ കാണുന്ന ബ്ലാക്ക് കളറിലുള്ള നമ്മുടെ വലിയ ദിവാൻജിയാണ്. പ്ലേയേഴ്സ് എല്ലാം കരയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ ഇക്കരെ നിരണം ചുണ്ടനും അതുപോലെ തന്നെ വിയവരും ചുണ്ടനും എല്ലാം ഈ സൈഡിൽ കിടപ്പുണ്ട്. നിരണം ചുണ്ടൻ്റെ പ്ലെയേഴ്സ് എല്ലാം ഇവിടെ വാമപ്പ് ചെയ്യുവാണ്. അപ്പോൾ അതിനുശേഷം ഞാനൊരു കാര്യം ചെയ്തു. ഇക്കരെ നിന്നാൽ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അക്കരയിലേക്ക് പോയി. അക്കരെ ചെന്ന് നോക്കിയപ്പോൾ ഇക്കരെ നിരണം ചുണ്ടൻ്റെ പ്ലെയേഴ്സൊക്കെ കിടന്ന് ഭയങ്കര ഡാൻസും വാമപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് പേര് വാമപ്പ് ചെയ്യുന്നു, കുറച്ച് പേര് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം നമ്മുടെ വള്ളത്തെ കയറുന്ന ചടങ്ങുകളെല്ലാം നിങ്ങളെ പലതവണ ഞാൻ പല വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് ഇനിയും ഞാൻ മുതിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം കയറി വള്ളം സെറ്റായിട്ടിരിക്കുവാണ്. ഇനിയും പല വള്ളങ്ങൾ ഈ വഴി കൂടെ തുഴഞ്ഞു പോകാതെ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ അതിനുശേഷം നമ്മൾ നടന്ന് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ പവലിയനും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് കയറിയിരിക്കാനായിട്ടുള്ള പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അകത്ത് കയറുന്നില്ല. നമുക്ക് സാധാരണ എല്ലാ ആൾക്കാരും നിൽക്കുന്ന കണക്ക് പുറത്തു നിന്ന് തന്നെ കളി കാണണം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സർവ്വ വള്ളങ്ങളെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. കാരണം ഇപ്പോൾ മാസ്റ്ററിൽ തുടങ്ങാൻ പോകണം. മാസ്റ്ററിൽ തുടങ്ങുന്നതിന് മുന്നായിട്ട് എല്ലാ വള്ളങ്ങളും ഇവിടെ വന്ന് അസംബിൾ ചെയ്യും. അതിന് മുന്നേ നമുക്കൊന്ന് പോയി നോക്കാം ഏതെല്ലാം വള്ളങ്ങൾ ട്രാക്കിൽ കൂടെ തുഴഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേമസ് വള്ളം അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വള്ളം, ഇത് PBC ആണ് ഈ വരുന്നത്, കണ്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട വള്ളങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പറയുന്നു
അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ മാസ്റ്ററിൽ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ഇതുവരെ മാസ്റ്ററിൽ കണ്ടിട്ടില്ല, അതുകൂടെ കാണിക്കാം. നമ്മുടെ ഒരു വീഡിയോയിൽ ഇതുവരെ നമ്മൾ മാസ്റ്ററിൽ ചെയ്യുന്ന കാണിച്ചിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ഇവിടെ കണ്ടുകൊണ്ട് ഇനി ഇതിന് ശേഷം ഉടനെ തന്നെ കളി തുടങ്ങും. അപ്പോൾ എന്തായാലും മാസ്റ്ററിൽ കണ്ടോളുക. മാസ്റ്ററിന് ശേഷം വള്ളങ്ങളെല്ലാം കൂടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് റിവേഴ്സ് ഗിയറിൽ പോകുന്ന കണ്ടോളൂ. അങ്ങനെ നമ്മുടെ ഹീറ്റ് മത്സരങ്ങളുടെ ഫസ്റ്റ് ഹീറ്റ്സ് തുടങ്ങുവാണ്. നിരണം, തലവടി, നടുഭാഗം. 1-ാം ട്രാക്കിൽ നിരണം, 2-ാം ട്രാക്കിൽ തലവടി, 3-ാം ട്രാക്കിൽ നടുഭാഗം. അപ്പോൾ ഈ 3 വള്ളങ്ങളോടുള്ള മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്ന് നിങ്ങൾ കണ്ടോളുക. നിരണം, തലവടി, നടുഭാഗം. എന്തായാലും കാഴ്ച നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അങ്ങനെ ഹോം ഗ്രൗണ്ടിൽ UBC കൈനകരി, അതായത് തലവടി ചുണ്ടൻ 1-ാമത്തെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തെത്തിയേക്കുവാണ്. അന്നപ്പം ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ബാക്കി അടുത്ത ഹീറ്റ്സിലേക്ക് പോകുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ 2-ാമത്തെ ഹീറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. മേൽപ്പാടം, അതുപോലെ പായിപ്പാടൻ, പിന്നെ വലിയ ദിവാൻജി. നമ്മുടെ വള്ളമാണ്, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ വള്ളമാണ്. മേൽപ്പാടം, പായിപ്പാടൻ, വലിയ ദിവാൻജി. മേൽപ്പാടം ചുണ്ടൻ, പായിപ്പാടൻ ചുണ്ടൻ, വലിയ ദിവാൻജി. അങ്ങനെ അവിടെ ഹീറ്റ്സ് അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം.
അപ്പോൾ ഈ ഹീറ്റ്സിൽ മേൽപ്പാടം ജയിച്ചിരിക്കുവാണ്. നമ്മുടെ വലിയ ദിവാൻജി കുറച്ച് പുറയിലാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്റ്സിൽ ജയിക്കുന്നത് മാത്രമല്ല, അവരുടെ ടൈം അനുസരിച്ചിട്ടാണ് ഫൈനൽ. ആദ്യത്തെ 3 സമയങ്ങൾ, ഏറ്റവും കുറഞ്ഞ സമയങ്ങളിലെത്തുന്ന 3 ചുണ്ടൻവള്ളങ്ങളെയാണ് ഫൈനലിന് വേണ്ടി സെലക്ട് ചെയ്യുക. അതിനുശേഷമുള്ള 3 സ്ഥാനക്കാർ ലൂസേഴ്സ് ഫൈനലും അവസാനത്തെ 3 സ്ഥാനക്കാർ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലിലും കളിപ്പിക്കും. അങ്ങനെയാണ് മത്സരം. അങ്ങനെ നമ്മുടെ 3ാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. കാരിച്ചാലും അതുപോലെ വിയ്യപുരവും ചമ്പക്കുളം ചുണ്ടനും കൂടാണ്. ഇത് ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ്. വിയ്യപുരവും അതുപോലെ തന്നെ നമ്മുടെ കാരിച്ചാലും പള്ളാത്തുരുത്തിയും വില്ലേജ് ബോട്ട് ക്ലബ്ബും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഫൈനലിന് മുമ്പുള്ള ഫൈനൽ തന്നെയാണ്. ഞങ്ങളൊക്കെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. നമുക്ക് എന്തായാലും ഈ മത്സരം കാണാം. അങ്ങനെ വിയ്യപുരവും കാരിച്ചാലും തമ്മിൽ കട്ടയ്ക്ക് മത്സരം നടന്നു. ചമ്പക്കുളം ചുണ്ടൻ പതിയെ വന്നു. അപ്പോൾ വിയ്യപുരവും കാരിച്ചാലും അതിൽ ജയിച്ചിരിക്കുന്നത് കാരിച്ചാൽ തന്നെയാണ്, നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ. അവരും 2 കൂട്ടരും ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും വള്ളംകളി നടക്കുന്നത് വള്ളംകളിയുടെ പക്കയല്ല, വള്ളംകളിയുടെ ഈറ്റില്ലെന്ന് പറയുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാർ മാറക്കാന പറഞ്ഞ കൈനേരി പോലൊരു സ്ഥലത്ത് ഈ വള്ളംകളി എന്ത് വരാൻ താമസിക്കും എന്നുള്ളതാണ് എൻ്റെ ഇത്. 2 വർഷമായെങ്കിൽ കൂടി എന്താ പറയുന്നത് ഇവിടെ എന്ത് കാണുന്നത് ഏറ്റവും വലിയ കാഴ്ച. കാരണം അക്കരെ ഞങ്ങളെ ഈ കുട്ടനാട്ടുകാർക്ക് കരകളാണ് പറഞ്ഞത്, അക്കരെ കര ഇക്കരെ കര. അപ്പോൾ 2-3 കരകളുടെ മത്സരം ഇവിടെ നടക്കുന്നത്. ഈ 3 കരയിൽ ഇപ്പോൾ ഫൈനലിൽ വന്നിരിക്കുന്ന 3 വള്ളവും 1 കരയുടെ വള്ളമാണ്. അക്കരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന സ്പോർട്സിൽ വരും. വള്ളംകളിയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് കരയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വള്ളമോ അല്ലെങ്കിൽ എല്ലാവരും ഞങ്ങൾ വെള്ളം പോലെ ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ വളരെ സന്തോഷം ഈ കൈനേരിലെ ഈ വള്ളംകളിയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ വള്ളങ്ങൾക്കും ഒപ്പം കാണാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനീഷ് ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹാശംസ. എല്ലാവർക്കും വിജയാശംസ. ഒരാളെ ജയിക്കും, മൈക്രോ സെക്കൻഡ് മില്ലി സെക്കൻഡ് വ്യക്തമായി ലീഡ് ചെയ്യിക്കട്ടെ. അതാണ് കളി കാണാൻ സംഭവം. ആയിരക്കണക്കിന് ജനങ്ങളാണ് വള്ളംകളി കാണാൻ വേണ്ടി ഒഴുകിയെത്തിയിരിക്കുന്ന കുടുംബസമേതം. സത്യത്തിൽ ഈ നമ്മുടെ കൈനഗിരി എന്ന് പറയുന്നത് വള്ളംകളിയുടെ ഈറ്റില്ലെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. വള്ളംകളി പ്രാന്തന്മാരാണ് അവിടെ മുഴുവൻ. വള്ളംകളിയുടെ ഒരു ഹൃദയതാളം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം നമ്മുടെ സായി താരങ്ങളുടെ കനോയിങ് ആൻഡ് കയാക്കിങ്ങിൻ്റെ ഒരു പ്രദർശന മത്സരമാണ്. ഈ വരുന്നത് കയാക്കിംഗ് ആണ്. കയാക്കിങ് നമ്മൾ ഇരുന്നാണ് തുഴയുന്നത്. കനോയിങ് എന്ന് പറയുമ്പോൾ മുട്ടയിൽ കുത്തി നിന്നിട്ടാണ് തുഴയുന്നത്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ഈ കയാക്കിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സായി താരങ്ങളാണ്. അവരുടെ പ്രദർശന കയാക്കിംഗ് ആൻഡ് കനോയിങ് ആൻഡ് കയാക്കിംഗ് മത്സരമാണ് ഈ നടക്കുന്നത്. മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് ഫിനിഷ് ചെയ്തു. ഏറ്റവും കുറഞ്ഞ സമയമെത്തിയ താരങ്ങൾ തമ്മിൽ ഇവിടെ ഫൈനൽ നടക്കും. ഇന്നത്തെ ജേതാവിനെ തീരുമാനിക്കാം. അത് ആ പടം തീരുകയല്ല. പിന്നെ ഒരു 16-ാം തീയതി ലൈറ്റോടെ കൊടുക്കും. 3-ാം തീയതി പോലെ വിനായക് ട്രിബ്യൂണലിൻ്റെ കൊടുക്കും. സത്യത്തിൽ കലയ്ക്കും സ്പോർട്സിനും ഭാഷയെന്നോ സ്ഥലമെന്നോ രാജ്യമെന്നോ ഒന്നും വ്യത്യാസമില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിദേശത്തു നിന്ന് വന്ന ഒരു വനിതയും നമ്മുടെ നാട്ടിലൊരു ചേട്ടനോട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. കുട്ടനാടൻ യുവത്വത്തിന് വള്ളംകളി എന്ന ഈ കായിക മത്സരവും ഇതിലെ താളവും ഒന്നും നഷ്ടമായിട്ടില്ലെന്നുള്ളതിലെ ആവേശം നഷ്ടമായിട്ടില്ലെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മുഴുവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കുട്ടികളെയും ടീമുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് വള്ളംകളി എന്ന് പറയുന്നതിൻ്റെ ആവേശം വേറൊരു ലെവൽ തന്നെയാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ സെക്കൻഡ് ലൂസേഴ്സ് അല്ല ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ ഇത് 3 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫൈനലിൽ ഇപ്പം ഇതിനകത്ത് വലിയ ദിവാൻജിയും ചമ്പക്കുളവും പായപ്പാടനും കൂടാണ് മത്സരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ 3 സ്ഥാനക്കാരും അവസാനം ഫൈനലിൽ
ആണ് പ്രധാന മത്സരം നടക്കുന്നത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഫൈനലാണ് മെയിനായിട്ട് കാണാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലാണ് നടക്കുന്നത്. അങ്ങനെ അവസാന അംഗത്തിന് വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. ഇതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഒരു കരയിലുള്ള സമീപ പ്രദേശത്തുള്ള 3 ക്ലബ്ബുകളിലെ ചുണ്ടൻ വള്ളങ്ങളാണ് ഇതിൽ മത്സരിക്കുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ, അതോടൊപ്പം നമ്മുടെ UBC കൈനകരിയുടെ ചുണ്ടൻ, അതോടൊപ്പം നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയ്യപുരം ചുണ്ടൻ. ഈ 3 ചുണ്ടനും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇത് ചരിത്രമാകും. ഇത് ലോക്കലായിട്ടുള്ള 3 ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമായിട്ട് ഇത് മാറുകയാണ്. അങ്ങനെ ഗെയ്സ് ഒരു തകർപ്പ മത്സരം നമ്മൾ കണ്ടു. 1-ാം സ്ഥാനത്ത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെ അജീയരായിട്ട് നിലനിന്നു. 2-ാം സ്ഥാനത്ത് നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയ്യപുരം ചുണ്ടനിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ്, 3-ാം സ്ഥാനത്ത് UBC കൈനകരിയും,
അങ്ങനെ ഈ CBLൻ്റെ 2ാം സീസൺ അവസാനിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുവള്ളങ്ങളുടെ കളി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ജനങ്ങളുടെ ഒരു ആധിക്യം കണ്ടുകൊള്ളുക. ജനസഹസ്രങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് കടന്ന് പുറത്തെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പണിപ്പെട്ട ജോലിയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങി നമ്മുടെ ക്ലബ്ബിലുള്ള ആൾക്കാരെ എല്ലാം പോയി കണ്ട് അവരുടെ ആഹാരവും മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് റെമ്യൂണറേഷനും മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് പോകണം. എനിക്കിനി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ. അപ്പോൾ ദേണ്ട വിജയിച്ച നമ്മുടെ പള്ളാത്തുരുത്തി ചുണ്ടൻ, പള്ളാത്തുരുത്തി BBC പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ ചുണ്ടനിൽ അവരുടെ വിജയാഹ്ലാദത്തോടു കൂടി കപ്പ് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനിയുണ്ട്. നമുക്ക് നമ്മുടെ ക്ലബിനെ പിരിച്ചുവിടുന്നു, ആഹാരം കഴിക്കണം, അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. നമ്മുടെ വള്ളത്തിലുള്ള തുഴച്ചിലുകാരെല്ലാം ഇറങ്ങി അവർ ഡ്രസ്സൊക്കെ മാറി തുഴയൊക്കെ നമ്മളെ ഏൽപ്പിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇനി പിരിയാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ SH പള്ളിയിലാണ് നമ്മുടെ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇവരെ എല്ലാവരെയും സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം വേണം എനിക്കിനി ഫോർട്ട് കൊച്ചിയിൽ അടുത്ത പരിപാടിക്ക് വേണ്ടി പോകാൻ. എല്ലാവരും പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വള്ളം എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. വള്ളം ഒക്കെ സെറ്റായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മുടെ വലിയ ദിവാൻജി ചുണ്ടൻ, നമ്മുടെ ചുണ്ടൻ വള്ളത്തിൻ്റെ നോട്ടക്കാരൻ ചേട്ടനൊക്കെ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചുണ്ടനൊക്കെ കണ്ടിട്ട് ഞാനും പതിയെ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. അക്കരെയൊക്കെ ചുണ്ടൻ കിടപ്പുണ്ട്. നമ്മുടെ BBC അതുപോലെ നിലം ചുണ്ടനും എല്ലാം ആ ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ ടൈമായി. നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൊറോട്ടയും ചിക്കൻ കറിയാണ് വൈകുന്നേരത്തെ ആഹാരം. അങ്ങനെ എല്ലാ ആൾക്കാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ വള്ളംകളിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത CBL നടക്കേണ്ടത് നമ്മുടെ പാണ്ടനാടാണ്. നമ്മുടെ ചെങ്ങന്നൂർ അടുത്തുള്ള പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹലോ ഗേയ്സ്, അങ്ങനെ ഞാൻ രാവിലെ പറഞ്ഞിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേർന്നു. നാളെ കോമ്പയറിംഗ് ആണ് മാരത്തോണിൻ്റെ. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 12 മണിയായി. ഞാൻ സ്റ്റേ ചെയ്യുന്ന വീടാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. ഈ വീട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ബിഗ് ബി സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെയൊക്കെ വീടായിട്ട് കാണിക്കുന്ന ആ വീടാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. 500 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്താണ്. ഇതെനിക്ക് കോംപ്ലിമെൻ്ററി സ്റ്റേ ആണ് ഇവിടെ. ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെ നമ്മൾ വന്ന് താമസിക്കണമെങ്കിൽ. 500 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.